നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന് 5ാം വട്ടവും അവകാശപ്പെട്ടു വന്നിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൗദി സന്ദർശനത്തിന് ശേഷം എയർഫോഴ്സ് 1 വിമാനത്തിൽ വച്ച് ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ചൈനയുമായുള്ള അമേരിക്കയുടെ വാണിജ്യ കരാറ്, ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ എന്നിങ്ങനെ അത്ഭുതകരമായ ഒരാഴ്ചയല്ലേ കടന്നു പോയതെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ്. ആണവ യുദ്ധത്തിന് സാധ്യത നിറഞ്ഞ ഒരു ഹ്രസ്വകാലം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായതായി ഞാൻ കരുതുന്നില്ല. ഇന്ത്യക്കും പാകിസ്ഥാനും നല്ല നേതാക്കളുണ്ട്. ഇരുവരെയും എനിക്ക് നന്നായി അറിയാം. അതെ, അത് വളരെ പ്രധാനപ്പെട്ട പ്രക്രിയയായിരുന്നു. ഞങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യത്തിൽ ഇടപെട്ടു. അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. വളരെ അധികം ആണവായുധ ശേഖരമുള്ള 2 രാജ്യങ്ങളാണ്. വളരെ ഗൗരവമേറിയ സംഭവവും. അത് സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെടുമായിരുന്നു. അതുകൊണ്ട് പ്രശ്നത്തിൽ ഇടപെടേണ്ടതായി വന്നു. ഞാൻ വെടിനിർത്തലിനായി നല്ല രീതിയിൽ പ്രയത്നിച്ചു. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും വൈസ് പ്രസിഡന്റ് JD വാൻസും നന്നായി പരിശ്രമിച്ചു. ഞങ്ങൾ ഒരു ടീമായി പ്രവർത്തിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഇരു രാജ്യങ്ങളെയും വഴിക്ക് കൊണ്ടുവരുന്നതിനായി ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. നമുക്ക് വ്യാപാര കരാറുകൾ ഉണ്ടാക്കാമെന്ന് ഇരു കൂട്ടരോടും പറഞ്ഞു. ആണവായുധങ്ങളെക്കാൾ ഞങ്ങൾക്കിഷ്ടം വ്യാപാര കരാറുകൾ സൃഷ്ടിക്കാനാണ് എന്നാണ് ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത്. വ്യാപാര കരാർ ചർച്ചകൾ ഉപയോഗിച്ചാണ് ഇരു രാജ്യങ്ങളെയും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചതെന്നും 4 വർഷം നീളേണ്ട സംഘർഷമാണ് താൻ അവസാനിപ്പിച്ചതെന്നും ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായുള്ള സൗദി സന്ദർശനത്തിനിടയിലും ട്രംപ് ആവർത്തിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു. മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. ഇതോടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരാണ് വെട്ടിലായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സംഘർഷം തന്റെ ഭരണകൂടം അവസാനിപ്പിച്ചതായി ട്രംപ് നേരത്തെയും പറഞ്ഞിരുന്നു. സംഘർഷം അവസാനിച്ചാൽ ഇരു രാജ്യങ്ങളുമായും അമേരിക്ക കൂടുതൽ വ്യാപാരം നടത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയ്ക്ക് മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു ട്രംപിന്റെ ആദ്യ പരാമർശം. വെടിനിർത്തലിനുള്ള ആവശ്യമുന്നയിച്ചത് പാകിസ്ഥാനാണെന്നും ചർച്ച നടന്നത് DGMO തലത്തിൽ മാത്രമാണെന്നും രൺധീർ ജയ്സ്വാൾ തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. വെടിനിർത്തൽ ധാരണയിൽ മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ലെന്നും വിദേശകാര്യ വക്താവും വ്യക്തമാക്കി. ഇന്ത്യയുടെ നയം പല ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടാകും. എന്നാൽ ആരും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും തുടർന്നുള്ള സൈനിക നടപടികളുടെയും സാഹചര്യത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നേതാക്കൾ തമ്മിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക സാഹചര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചകളിൽ ഒന്നിലും വ്യാപാര വിഷയം ഉയർന്നു വന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ US ഇടപെടലുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളിൽ മൗനം പാലിച്ചതിൽ പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുകയാണ്. തിങ്കളാഴ്ച രാത്രി 8-നാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അതിന് തൊട്ടു മുന്നേ തന്റെ ഇടപെടലിലൂടെയാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായതെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു.